അപ്പോൾ ഈ വീടെന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. കാരണം രണ്ട് തലമുറയുടെ രണ്ട് കോൺസെപ്റ്റിനെ മിക്സപ്പ് ചെയ്തുണ്ടാക്കുക, അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കുക. ആ ഡിസൈൻ അവർക്ക് രണ്ട് കാറ്റഗറി ആൾക്കാരെയും, അതായത് പഴമയും പുതുമയും തമ്മിൽ മിക്സ് ചെയ്ത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടാക്കിയെടുത്തിട്ട് നിർമ്മിച്ച ഈ വീടാണ്. ഈ പ്രൊജക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 90% റൂഫും നമ്മൾ ട്രസ് വിത്ത് 2 ലെയർ റൂഫിംഗ് ടൈൽ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തത്. സ്ട്രക്ചേർഡ് വിത്ത് റൂഫിംഗ് ടൈലും ബാക്കി കോൺക്രീറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റിംഗ് ഏതിലായിരിക്കും കുറവ്? നമസ്കാരം, ഞാൻ വിഷ്ണുവിജയൻ, വീട് ബൈ വിഷ്ണുവിജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഇന്നൊരു സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 ലക്ഷം രൂപയ്ക്ക് 2500 സ്ക്വയർ ഫീറ്റിൽ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും കംപ്ലീറ്റ് ചെയ്ത സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീടെന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ച് തന്നെയാണ്. കാരണം രണ്ട് തലമുറയുടെ രണ്ട് കോൺസെപ്റ്റിനെ മിക്സപ്പ് ചെയ്തുണ്ടാക്കുക, അങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കുക. ആ ഡിസൈൻ അവർക്ക് രണ്ട് കാറ്റഗറി ആൾക്കാരെയും, അതായത് പഴമയും പുതുമയും തമ്മിൽ മിക്സ് ചെയ്ത് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടാക്കിയെടുത്തിട്ട് നിർമ്മിച്ച ഈ വീടാണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം റോൺസനാണ്. വെൽക്കം ടു വീട് ബൈ വിഷ്ണുവിജയൻ. താങ്ക് യു സോ മച്ച് വിഷ്ണുട്ടാ. നമ്മുടെ സ്വന്തം റോൺസനാണ്. റോൺസൻ്റെ വീടുകളെല്ലാം തന്നെ വീട് ബൈ വിഷ്ണുവിജയൻ ചാനലിലെ ഹിറ്റുകളാണ്. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഹിറ്റുകളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ പ്രൊജക്റ്റാണിത്. ഞാൻ ഈ വീട് വന്ന് കണ്ടിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശരിക്കും ഇത്രയും ഒരു ചലഞ്ച് എങ്ങനെ റോൺസൺ ഏറ്റെടുത്തു? അതായത് പഴമയും പുതുമയും രണ്ട് ജനറേഷൻ, അച്ഛനും അമ്മയ്ക്കും ട്രഡീഷണൽ വേണം, മക്കൾക്ക് പ്യുവർലി കണ്ടംപററി വേണം. അപ്പം ഈ കണ്ടംപററിയിലെ എലമെന്റ്സും വന്നിട്ടുണ്ട്, ട്രഡീഷണൽ എലമെന്റ്സും വന്നിട്ടുണ്ട്. ഇതിനെ രണ്ടിനെ എങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞു? എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്തത്? ഇപ്പം പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ഈ ഡിസൈൻ വന്നപ്പോൾ തന്നെ ഉള്ള മെയിൻ ചലഞ്ചായിരുന്നു അത്. ഇപ്പം നമുക്കിത് അകത്തോട്ട് നോക്കിയാൽ ഓരോ ഏരിയ മുതൽ തന്നെ രണ്ടിൻ്റെയും എലമെൻറ്റ്സ് മിക്സ് ചെയ്താണ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. ഇപ്പോൾ സിറ്റ് ഔട്ട് മുതൽ അകത്തോട്ടുള്ള കോമൺ ഹോളും കോർട്ട്യാർഡും എല്ലാം. അപ്പോൾ അത് കൂടുതൽ അകത്തോട്ട് കയറുമ്പോൾ ഓരോ എലമെൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്ക് കാണാം, ഓരോ എലമെന്റ്സ് ആയിട്ട് കാണാം. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ നോർമൽ ഇന്റർലോക്ക് ബ്രിക്സ് ആണ് ഇട്ടിരിക്കുന്നത്. നോർമൽ ഇന്റർലോക്ക് പേവിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കാരണം വെള്ളം കെട്ടുന്നതിൻ്റെ കുറച്ചൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഐ മീൻ അത് കാരണം അങ്ങനത്തെ രീതിയിലാണ് ഇതിന്റെ ചാനൽ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കാർ പോർച്ച് സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതെ, അതായത് ഇതുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു അതിന്റെ ഒരു? അത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവർക്ക് മിനിമം 3 കാറിന്റെ റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. സോ അതനുസരിച്ച് തന്നെയാണ്. പിന്നെ സ്ഥലത്തിനും പരിമിതികളുണ്ടായിരുന്നു. ഇപ്പോൾ കിണറിന്റെ പൊസിഷൻസ് ആയാലും ഇപ്പം മാക്സിമം ഒരു 14 സെന്റ് ആയിരുന്നു സ്ഥലത്തിന്റെ ടോട്ടൽ ഏരിയ. സോ അതിനകത്ത് നല്ലൊരു മുറ്റം വേണമെന്ന് ഇവർക്ക് മസ്റ്റായിരുന്നു. പ്ലസ് നല്ലൊരു സൈഡ് യാർഡ് വേണം. അതുകൂടാതെ 3 കാർ പാർക്കിംഗ്, അതിൻ്റെ ഉള്ള ഒരു നല്ലൊരു മുറ്റവും എല്ലാം കൂടെ ഒരു ചലഞ്ചായിരുന്നു. അപ്പോൾ അത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. പ്ലസ് ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഇത് തന്നെയാണ് കാർ പോർച്ചിൻ്റെ ഡിസൈനും എല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട സാധനം പറഞ്ഞാൽ ഈ ഗേറ്റ്സ് ആണ്. ഈ ഗേറ്റ്സിൻ്റെ ഈ 6 ആക്ട് മോഡൽ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെറ്റൽ സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയായിരുന്നു റോൺസൺ ഇതിലേക്കൊന്നും ഇവോൾവ് ചെയ്ത് ഈ ഒരു ഡിസൈനിൽ? അതായത് നമുക്ക് ഓൾറെഡി ബിൽഡിംഗ് കുറച്ച് താനാണ് ഇരിക്കുന്നത് റോഡ് ലെവലിനെ. സോ അങ്ങനെ കംപ്ലീറ്റ് ഒരു അടഞ്ഞൊരു ഇതിനോട് പോവാതെ പക്ഷെ ഒരു സെമി ഓപ്പൺ ആയിരിക്കണം എന്ന് പറഞ്ഞാണ്. പ്ലസ് ഇതിൽ ഓൾറെഡി കുറച്ച് ആംഗിൾസ് നമ്മൾ പോയിട്ടുണ്ട്. സോ ആംഗിൾസിൻ്റെ തന്നെ ഒരു അബ്സ്ട്രാക്റ്റ് ആണ് ഗേറ്റിലും നമ്മൾ ആ ഒരു ആംഗിളും കാരണം എടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത് വെച്ചത്. ആ കോമ്പൗണ്ട് വാൾ ആണെങ്കിൽ തന്നെ ഫ്രണ്ടിൽ ഒരു സ്ട്രക്ചറിന്റെ എലമെന്റ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, അതിനോട് ചേർന്നിട്ട് തന്നെ ആ ഒരു ഭംഗി ആ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വ്യൂ പോയിന്റ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്ലസ് കിണറും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. സിറ്റ് ഔട്ടിനോട് ചേർന്നായിരുന്നു കിണറിൻ്റെ പൊസിഷനും. അതും ഇതുമായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കിണറിൻ്റെ ഈ ഒരു ഡിസൈനും കീപ്പ് ചെയ്തത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ വരുമ്പോൾ ഈ വീടിന്റെ എലിവേഷൻ സൈഡിലേക്ക് വരാം. ഇവിടെ മുതൽ തുടങ്ങുന്നു വീടിന്റെ മിക്സിംഗ്. അതെ, കണ്ടംപററി ഡിസൈൻ. അതെ, അതായത് ട്രോപ്പിക്കൽ കണ്ടംപററി എന്ന് വേണമെങ്കിൽ പറയാം. ട്രോപ്പിക്കൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. എന്നാൽ താഴെ ട്രഡീഷണൽ ആയിട്ടുള്ള ഇരിക്കാനുള്ള സീറ്റിംഗ് കൊടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ട് വൈഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. അതായത് ഇവരുടെ മെയിൻ റിക്വയർമെന്റ് നല്ല നീളം സിറ്റ് ഔട്ട്, ലോങ് വരാന്ത അവർക്ക് വളരെ താല്പര്യമായിരുന്നു. അപ്പോൾ ആ ലോങ് വരാന്ത നമുക്ക് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പോൾ പില്ലേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ രീതിയിൽ വരുന്ന ഫിനിഷിലാണ് നമ്മൾ പില്ലേഴ്സ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പില്ലറിൻ്റെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാൻഡിലിവേർഡ് ആയിട്ടാണ്, ഒരു ടിൽറ്റഡ് രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഫസാഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ തന്നെ നമ്മൾ ഒരു പ്ലാന്റർ ബോക്സും അതിൻ്റെ കൂടെ തന്നെ എൻറ്റയർ ഒരു വാട്ടർ പാത്തിയാണ് ഇത് ആക്ച്വലി. സോ ടോപ്പ് അത് എല്ലാ റൂഫിൻ്റെയും കംപ്ലീറ്റ് റൂഫിൻ്റെ വെള്ളവും ഈ പാത്തി വഴിയാണ് നമ്മൾ ഈ മെയിൻ റൂഫിൻ്റെ വെള്ളം താഴെ ഇറക്കുന്നത്. 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് പ്ലാന്റർ ബോക്സും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെറിയ പെർഫറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി ഈ പ്ലാന്റ്സും
ഈ പറഞ്ഞ ഈ ഇറിഗേറ്റഡ് ആവാൻ വേണ്ടിയൊക്കെ. അത് വളരെ സയന്റിഫിക്കലി ആ സംഭവം ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ തിങ് നിൽക്കുന്നത് ഈ പറഞ്ഞ ട്രഡീഷണൽ പില്ലേഴ്സിൽ ക്യാൻഡിലിവേർഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തത്. മനസ്സിലായി. അപ്പൊ ഇതിന്റെ മുകളിൽ ഇത് സ്ട്രക്ചറിലാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. അതായത് ഈ പ്രൊജക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 90% റൂഫും നമ്മൾ ട്രസ് വിത്ത് 2 ലെയർ റൂഫിംഗ് ടൈലിൽ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്തത്. സ്ട്രക്ചേർഡ് വിത്ത് റൂഫിംഗ് ടൈലും ബാക്കി കോൺക്രീറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റിംഗ് ഏതിലായിരിക്കും കുറവ് വരിക? ശരിക്കും നോക്കുകയാണെങ്കിൽ കോസ്റ്റിംഗ് മാത്രമല്ല ഒരു ഫാക്ടർ, ഫൈനലി കിട്ടുന്ന റിസൾട്ടും ഉണ്ടല്ലോ. അപ്പം പലരും നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കോൺക്രീറ്റ് റൂഫിനെ പുറത്ത് പിന്നെയും കൊണ്ട് ഓടിടും, അല്ലെങ്കിൽ പിന്നെ കൊണ്ട് സ്ട്രക്ചറായിട്ട് പിന്നെ ഷീറ്റ് ഇടും അല്ലെങ്കിൽ ഓടിടും. സോ ശരിക്കും ഡബിൾ കോസ്റ്റ് അവിടെ വരുന്നത്. കാരണം ഡയറക്റ്റ് കോൺക്രീറ്റ് ആയിട്ട് ആരും ഇന്നത്തെ കാലത്ത് കീപ്പ് ചെയ്യാറില്ല, കാരണം അത്രയും ഹീറ്റഡ് അപ്പ് ആവും. സോ ഡെഫിനറ്റ്ലി പ്രൊട്ടക്ഷൻ കൊടുത്തേ പറ്റും. ഇപ്പോൾ ഈ ഡബിൾ ലെയർ റൂഫിംഗ് ടൈൽ ചെയ്തപ്പം മിക്ക പ്രൊജക്ട്സിൽ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. കാരണം അപ്പം ഈ ഡബിൾ ലെയർ റൂഫിംഗ് ടൈലിൻ്റെ കൂടെ തന്നെ ഒരു 4 to 8 ഡിഗ്രി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഫോയിലും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഈ നട്ടുച്ചയ്ക്ക് നമ്മൾ ഇവിടുന്ന് അകത്തോട്ട് കയറുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ വേരിയേഷൻ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇത് ശരി പൊങ്ങിയ ഒരു സ്ഥലമാണ്. നമ്മൾ ആ പൊങ്ങിയ സ്ഥലമാകുമ്പോൾ അത്യാവശ്യം വെളിയിൽ നല്ല വെയിലുണ്ട്, ഇതിനകത്തെ കാര്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ഒരു മനോഹരമായ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു എലമെന്റ് പോയിന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്താണിത്? അതായത് ക്ലൈന്റ് ആദ്യം നമ്മളെ അപ്രോച്ച് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ പറഞ്ഞ റിവർ പെബിൾസ്, പക്ക മണ്ണ്, ഈ പറഞ്ഞ ചെടി അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ബ്രിക്ക്, ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് പറഞ്ഞത്. പക്ഷേ പക്ക എക്സ്പോസ്ഡ് ബ്രിക്കായിട്ട് ബിൽഡിംഗ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ അതിൻ്റെ എലമെൻസിനോട് പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സോ സിറ്റ് ഔട്ട് ഏരിയയിലാണ് നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ വെള്ളമൊക്കെ വീണ്, ഇപ്പോൾ പലയിടത്തും ചെയ്യാറുള്ള ഫുൾ കൊണ്ട് ഗ്രാനൈറ്റ് അങ്ങ് ഇടും, പക്ഷേ മഴവെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ തെന്നാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഗ്രിപ്പ് ഫീലും കൂടി കിട്ടുകയാണ് ആക്ച്വലി. അപ്പോൾ ലപ്പോത്ര ഇട്ടുകൊണ്ട് തന്നെ അതിനോട് ചേർത്ത് തന്നെ സ്റ്റെപ്പിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഈ റിവർ പെബിൾസും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഗ്രിപ്പോ നമുക്ക് നടക്കാനോ ഒക്കെ എപ്പോഴും ഒരു ഫീല് ഡിഫറെൻ്റ് ആണ്. അത് വളരെ വലിയൊരു പോയിന്റാണ്. അതായത് നമ്മുടെ വീടുകളിൽ വെള്ളം അരിച്ച് കയറാൻ സാധ്യതയുള്ള സ്ഥലത്ത് ഗ്രാനൈറ്റ്സ് ഇടുന്നിടത്ത് ഇങ്ങനെ ഒരു എലമെന്റ്, അതായത് നാച്ചുറൽ പെബിൾസ് ഇട്ടിട്ടുള്ള ഒരു എലമെന്റും കൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്കിഡിങ്ങിനുള്ള ചാൻസ് വളരെ കുറയ്ക്കാം. പ്ലസ് ഒരു വെൽക്കം ഫീലും കൂടി കിട്ടും. അത് കാണാൻ ഒരു ഭംഗിയും കൂടി ഉണ്ട്, കാണാൻ ഒരു നമുക്കൊരു ഭംഗി, പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ഈ പോർഷൻ ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് ക്ലാഡിംഗ് ടൈലാണ്. ഇത് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അത് എക്സ്പോസ്ഡ് ബ്രിക്കിന്റെ ക്ലാഡിംഗ് ടൈൽ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അത് പിന്നെ അത് ഇതിനോട് ചെറിയ എർത്ത് ആൻഡ് ഫീലിംഗ് കിട്ടാൻ വേണ്ടി തന്നെ ചെയ്തതാണ്. ഇനി വരുമ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഈ സിറ്റ് ഔട്ട് പോർഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ട്രഡീഷണൽ കണ്ടംപററി ആണല്ലോ നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇതിൽ ട്രഡീഷണൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഡിസൈൻ, ഈ ഒരു വിൻഡോ ഡിസൈൻ, ഇതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രം എന്താണ്? ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ഇതിനകത്ത് പലതും ഫിക്സഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അലോങ് വിത്ത് ദാറ്റ് നമ്മളൊരു കോർണർ വിൻഡോയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മുടെ മെയിൻ ലിവിംഗ് സ്പേസ് ആണ്. സോ ലിവിംഗ് സ്പേസിൽ നമ്മൾ ഈ അടിയിലത്തെ നമ്മൾ മിക്ക സമയം തുറക്കാറില്ല. സോ ടോപ്പിലത്തെ തുറക്കാവുന്ന രീതിയിലാണ് നമ്മളത് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഇവിടെ ആണെങ്കിലും ഒരു കോർണർ വിൻഡോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ലിവിംഗ് റൂമിൻ്റെ ഒരു എസ്തെറ്റിക്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇൻസൈഡിൽ നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതതിൽ ടോപ്പ് ഹങ് വിൻഡോസ് ആണ്, അത് സൈഡ് ഹങ് ആണ്, അതിൽ തന്നെ പല സൈസ് വേരിയേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അത് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിന്ന് എലിവേഷൻ സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഡിസൈൻസ്, ഈ ഒരു ഡിസൈൻസിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അത് ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്കിനി അടുത്തതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഡോറാണ്. ഈ ഡോറിന്റെ റോൺസന്റെ എപ്പോഴും എല്ലാ വീടുകളുടെയും ഡിസൈൻസിന്റെ ഡോർസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു എന്താ പറയാ, ലൈനിങ് കൊടുത്തിരിക്കുക, വളരെ ലെങ്തി ആയിട്ടുള്ള ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെ ചെയ്തതാണ്. സിമ്പിൾ ലൈൻസിൽ കീപ്പ് ചെയ്യുക. നമ്മൾ ഈ പണ്ടത്തെ രീതിയിൽ ഭയങ്കര ആ കൊത്തുപണി അങ്ങനെ ഒന്നും പോകാറില്ല. സിമ്പിൾ മിനിമലായിട്ട് കീപ്പ് ചെയ്യുക. പ്ലസ് ഒരു മൊസ്കിറ്റോ മെഷും കൂടെ, ഈ പറഞ്ഞ പ്ലീറ്റഡ് മെഷും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. മൊസ്കിറ്റോ മെഷ് എല്ലാവരും ആഡ് ചെയ്യുന്നുണ്ട്. അത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ഇനി അകത്തേക്ക് കിടക്കുകയാണ്. ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ അകത്താണ്. വളരെ മനോഹരം, സുന്ദരം, ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി. താങ്ക് യു. അതായത് ട്രഡീഷണൽ കണ്ടംപററി എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ ആദ്യമേ റോൺസനോട് ഫോണിൽ പറയുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചിരുന്നു ഇത് എങ്ങനെയായിരിക്കും നീ ചെയ്യുന്നത്. സാധാരണ എല്ലായിടത്തും ഇത് മിക്സിംഗ് ഉണ്ട്, ഇത് വളരെ മനോഹരമായ മിക്സിംഗ് ആയിട്ട്. ശരി, ഇതാണ് ഇതിന്റെ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത്. എന്താണ് റോൺസൺ എന്ന് പറയുന്ന ആർക്കിടെക്ട് ഇവിടെ ചെയ്ത ആ ഡിസൈൻ തീം എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പം മെയിൻ ഡോർ തുറന്ന് കയറി വരുമ്പോൾ ആദ്യം നമ്മുടെ ആ ഒരു ഫോയർ സ്പേസിലോട്ടാണ് കയറി വരുന്നത്. ആ ഫോയറിലോട്ട് തന്നെ എൻ്റെ ബാക്ക് യാർഡ് തന്നെയാണ് നമ്മുടെ കോട്ടിയാടും ബാക്കിലോട്ടുള്ള ഈ ഒരു ഔട്ട് സൈഡ് ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ ഈ ഒരു പ്രൊജക്റ്റിൽ 4 സൈഡും നമുക്കൊരു ക്രോസ് വെന്റിലേഷൻ കോമൺ സ്പേസിലും
കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ എല്ലാം ചെയ്തിരിക്കുന്നത്. സോ കയറി വരുമ്പോൾ ആ ഒരു വിശാലത ഫീൽ ചെയ്യണം എന്നുള്ളതാണ് ഒന്ന് ചിന്തിച്ചത്. 2500 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വൈഡ് ഏരിയ തന്നെ വരണം. അതിന് ആ ഒരു ഫീല് തന്നെ ഇതിനകത്തുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും ട്രഡീഷണൽ വീടുകൾക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് കോർട്ട്യാർഡ്, അതായത് നടുമുറ്റം. ആ നടുമുറ്റം സാധാരണ ആൾക്കാരൊക്കെ ഒരു യൂസേജ് ഇല്ലാതെ കളയാം. പക്ഷെ ഇതിവിടെ ഇതിന്റെ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ആ ഹൃദയത്തിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങിയത്. അത് നടുമുറ്റം എന്ന് പറയുമ്പോഴും 4 സൈഡും നടക്കാൻ വേണ്ടി കോറിഡോർ ഇടുമ്പോഴാണ് നടുമുറ്റം എന്ന് പറയും. ഇപ്പം നമുക്ക് 4 സൈഡ് നമ്മൾ ഇട്ടിട്ടില്ല, 3 സൈഡും ഉണ്ട്. കാരണം നമുക്ക് ഏരിയ ലിമിറ്റേഷൻസും കൂടെ ഉള്ളത് കൊണ്ട്. സോ എന്നിട്ട് ആ ഒരു മെയിൻ വോള് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുക, ഒരു എക്സ്പോസ്ഡ് ബ്രിക്ക് സ്റ്റോൺ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പുറത്ത് നമ്മൾ ഒരു ഹാങ്ങിങ് സ്വിങ്ങും. അതിലേക്ക് പോകുന്നതിന് മുന്നേ നീ ഇവിടുത്തെ കാര്യങ്ങൾ പറയണം. ഇവിടെ ഇപ്പോൾ നമ്മൾ TV യൂണിറ്റ് വെച്ചിട്ടുണ്ട്. TV യൂണിറ്റിലെ തടിയിലാണ് ഈ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അത് വളരെ മിനിമൽ ലൈൻസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ മാത്രം തടിയിൽ നമ്മൾ സിമ്പിൾ ലൈൻസ് കൊടുത്തെടുത്ത് കണക്ട് ആകാൻ വേണ്ടി ഈവൻ ഗ്രിൽസ് ഒക്കെ ആയാലും അതിൻ്റെ ഒക്കെ ഒരു മിക്സ് ആണ്, സിമ്പിൾ ലൈൻസ് ആയിട്ട് ചെയ്തിരിക്കും. പിന്നെ നമ്മളുടെ ഈ പോർഷൻ വരുന്ന നമ്മുടെ ഫർണിച്ചേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ട്രഡീഷണാലിറ്റി, ഈവൻ ലൈറ്റിംഗ് ഫിക്സ്ചർ ആയാലും ഇതിനകത്തുള്ള ഓരോ എലമെന്റ്സ് അത് ക്ലയൻസും അതുപോലെ ഇൻവോൾവ് ആയിരുന്നു. ഈവൻ ക്ലയന്റിന്റെ ഫാദർ തന്നെ ചെയ്ത 2 ഓയിൽ പെയിന്റിംഗ് ഒക്കെയാണ്. സോ അത്രയും ഒരു ആർട്ടിസ്റ്റിക് ടച്ചുള്ള ക്ലയൻസ് ആയിരുന്നു. ഫാമിലിയാണ്. അതാണ് ഫാമിലി, ഒരു ജനറേഷനും ട്രഡീഷണൽ, ഒരു ജനറേഷനും കണ്ടംപററി വേണ്ടത്. പിന്നെ നമ്മൾ ഇനിയും കോർട്ട്യാർഡിന്റെ സ്പേസിലേക്ക് വരുമ്പോൾ കോർട്ട്യാർഡിനകത്ത് പറയാൻ കുറെ സാധനമുണ്ട്. ഇത് ഹൃദയം എന്ന് പറഞ്ഞു ഓൾറെഡി. ഇതിൽ നാച്ചുറൽ പെബിൾസ് ഒക്കെ ഇട്ടിട്ട് വളരെ മനോഹരമായിട്ട് വളരെ എലഗന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ സ്റ്റോൺ ക്ലാഡിങ് ചെയ്തിരിക്കുന്നു, അത് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട സാധനം ഈ ഡിസൈനാണ്, ഈ റൗണ്ട് ഡിസൈൻ വിത്ത് സ്ട്രക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇത് രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോൾ ഈ ലൈറ്റിങ് ഇങ്ങനെ പാസ് ചെയ്യും. അതെ അതെ അതെ. അവിടുന്ന് നമ്മുടെ ലിവിംഗ് സ്പേസ് കിഴക്കല്ലേ, കിഴക്ക് സൈഡ്, കിഴക്കുന്ന് പടിഞ്ഞാറേക്ക് ഈ ലൈറ്റ് പാസ്സായി വരും. അത് ഇത്രയും ഒരു ചെറിയ യൂണിറ്റിൽ, ഇത്ര ഒരു ചെറിയ സ്പേസിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയത് ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. അപ്പം ഇവിടെ ഈ കോർട്ട്യാർഡ് സാധാരണ എന്നെ വിളിക്കുന്ന ഒരുപാട് പേരോട് ഞാൻ പറയും, കോർട്ട്യാർഡ് കൊടുക്കുന്നത് നല്ലതല്ല, വെറുതെ കോർട്ട്യാർഡ് വേസ്റ്റ് ആണ്, സ്ഥലം വേസ്റ്റേജ് ആണ്. പക്ഷെ ഈ രീതിയിൽ കോർട്ട്യാർഡ് കൊടുക്കുന്നത് ഡെഫിനറ്റ്ലി. കാരണം ഇതിനകത്താണെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ക്ലയൻറ്റിന് ഒരു ഇൻട്രസ്റ്റും അത് തന്നെയായിരുന്നു. ഒരു റിവർ പെബിൾസ് എല്ലാം ഇട്ട് യൂസബിൾ സ്പേസ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തേക്കുന്നത്. പ്ലസ് സ്കൈലൈറ്റും ഗ്രീൻ സ്പേസുകളും എല്ലാം കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ ഇവർക്കൊരു ലൈക്ക് സ്റ്റഡി സ്പേസ് ആയിട്ടും കൂടെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. വേണമെങ്കിൽ ഒരു റിക്രിയേഷൻ കം സ്റ്റഡി സ്പേസ് ആയിട്ടും കൂടെ. പ്ലസ് ഈ ഒരു കോർട്ട്യാർഡാണ് ഈ ഒരു ലിവിങ്ങിനും ഡൈനിങ്ങിനും പ്രൈവസി. ഒരു സെപ്പറേഷനും ഉണ്ട്, പക്ഷെ ഒരു കണക്റ്റീന ഒരു റിക്രിയേഷൻ സ്പേസിന് നമുക്ക് പറയാം. പിന്നെ കയറി വരുമ്പോൾ ഉള്ള ആ പച്ചപ്പ് ഫീൽ ചെയ്യാനും കൂടെ ഈ കോർട്ട്യാർഡ് ആ ഒരു വിശാലത ഇതാണ് മെയിൻലി ആഡ് ചെയ്യുന്നത്. പ്ലസ് പ്രൈവസി കൊടുക്കുന്നത് ഇത് തന്നെയാണ്. ഒരു വൈഡ്നെസ്, ആ മുകളിലോട്ട് നോക്കുമ്പോൾ വൈഡ്നെസ്. നമ്മൾ ഈ ഫ്രൂട്ട്സ് കടയിലൊക്കെ ഈ ഫ്രൂട്ട്സ് അടുക്കി വെച്ചിട്ട് അതിന്റെ മുകളിൽ മിറർ വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ വെളിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആ മിററിന്റെ വ്യൂ കൂടെ ആകുമ്പോഴത്തേക്ക് അതിനൊരു വൈഡ്നെസ് ഫീൽ ചെയ്യും എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു കോർട്ട്യാർഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന മൊറോക്കൻ സീരീസ് സ്റ്റൈലാണ്. അത് മൊറോക്കൻ സീരീസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ട്രഡീഷണാലിറ്റിയാണ് അല്ലേ? സംശയമില്ല. അതായത് ഇപ്പം നമ്മൾ എല്ലാ പ്രൊജക്ട്സിലും ഈ ടൈൽ ലേഔട്ടിന് ഒരു വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇപ്പോൾ ആ ഫോർമൽ ലിവിങ് ശരിക്കും ആ ഒരു വുഡൻ പ്ലാങ്ക് ടൈൽസിലാണ് പോയിരിക്കുന്നത്. ഈ ഒരു കോർട്ട്യാർഡ് ആക്ച്വലി ഒരു എക്സ്പോസ്ഡ് ബ്രിക്കും ഈ റിവർ പെബിൾസും പോയി. ഈ ഒരു ഏരിയ ഒരു മൊറോക്കൻ സീരീസും ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് വിട്രിഫൈഡ് 4x2 ടൈൽസിൻ്റെ ഒരു കണക്റ്റീവ്, അതൊരു വേറൊരു ക്രീം കളറിലായിട്ട് പോയി. സോ പല കളറിന്റെ എർത്തൻ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അതാണ് ചെയ്തിരിക്കുന്നത്. ഈ ടൈലിന്റെ ഈ പാറ്റേൺ ഒറ്റയടിക്ക് ഇപ്പോൾ ഒന്നും ഇല്ലാതെ ഒരു ടൈല് മാത്രം കൊടുത്തിരുന്നെങ്കിൽ എന്ത് ഭംഗിയാണ്, ഒരു കണക്ടിവിറ്റി ഇല്ല. അപ്പൊ ഫ്ലോറിംഗിലും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഡിസൈൻ. സംശയമില്ല. ആ ഡിസൈനിനകത്ത് ഈ പറയുന്ന മൂന്ന് സ്പെക്കായിട്ട് വന്നപ്പോൾ തന്നെ ഇതിനൊരു ലെവൽ വേറെ. ആ ഒരു റിച്ച്നെസ് നമുക്കൊരു മനസ്സിനൊരു പോസിറ്റിവിറ്റി കിട്ടുന്നത് എപ്പോഴും അതിൻ്റെ ഒരു കളർ വേരിയേഷൻ ഒക്കെ വലിയ ഫാക്ടറാണ്. ഇവൻ ഈ ഡൈനിങ് ടേബിൾ വരുന്നു, ഇതിനോട് ചേർന്നാണ് ഈ സ്വിങ് ഇട്ടത്. അപ്പോൾ സ്വിങ് ഇട്ട് നമുക്ക് അങ്ങോട്ട് വേണമെങ്കിലും ആടാം, തിരിച്ചായാലും നമുക്ക് യൂസ് ചെയ്യാം. പ്ലസ് അവിടെ ഒരു ഡേ ബെഡ് കൊടുത്തിട്ടുണ്ട്. ആ ഡേ ബെഡ് നോക്കുന്നത് പുറത്തൊരു ലാൻഡ്സ്കേപ്പ് ഏരിയയിലോട്ടാണ്. സോ അവിടെ ചാരി ബുക്ക് പോകുക. അപ്പോൾ നാളെ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ പോലും ഡേ ബെഡ്, ഡൈനിങ് ടേബിൾ, സ്വിങ്, അവിടെ ഒരു സീറ്റിംഗ് ബെഞ്ച്, ലിവിങ്, ഇതെല്ലാം കണക്റ്റഡ് സ്പേസ് ആയിട്ട് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത്. ഈ വീട്ടിലെ ഫാമിലിക്ക് അവരുടെ ഫ്രണ്ട്സ് ഗ്യാതറിംഗിനും ഈസി ആയിട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണ്. എക്സാക്ട്ലി. അതെ, അവര് അങ്ങനല്ല, അവരുടെ നീഡിനകത്ത് അത് ഇല്ലായിരുന്നു. ഒരു ഫാമിലി ചെറിയ ഫാമിലി ആണെന്നാണല്ലോ. അതെ, അവർക്ക് കൂടുതൽ ഓപ്പൺ സ്പേസിനോട് താല്പര്യം. പക്ഷേ വെറുതെ ഓപ്പൺ ഇടാതെ നമുക്ക് യൂട്ടിലിറ്റിക്കും പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ നമ്മളായാലും നോക്കുമ്പോൾ ഇപ്പം ക്ലയൻസ് അവർ കുട്ടികളാണെങ്കിലും ചില സമയത്ത് ഇവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുക, ചിലപ്പോൾ അവരായിരിക്കും. അപ്പം മൾട്ടിപ്പിൾ യൂസ് ചെയ്യുന്ന സ്പേസുകൾ വന്നാൽ ഒരു ജീവൻ വരും. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇവിടുത്തെ വാഷ് കൗണ്ടറിൽ ഈ മൊറോക്കൻ സീരീസ് കൊടുത്തിരിക്കുന്നു. മുകളിൽ ഗ്രാനൈറ്റ്, താഴെ മൈക്ക ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട അടുത്ത സാധനം പാറ്റിയോ. ഇവിടെ പാറ്റിയോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാറ്റിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിന് മുകളിലും ഇതുപോലെ ഒരു കട്ടിങ്സ് കൊടുത്തിട്ട് ഈ സ്ട്രക്ചറിൽ മുകളിൽ ടഫൻ ഗ്ലാസ് ഇട്ട് ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഡിസൈൻ ആസ്പെക്റ്റിൽ ഭയങ്കര പോസിറ്റീവാണ്. വീട് നിർമ്മിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കോസ്റ്റും കുറയ്ക്കാം. അത്രയും ഭാഗത്ത് വർക്കില്ലല്ലോ, കോൺക്രീറ്റ് ഇല്ലല്ലോ. ആ ഭാഗത്ത് ആ കോൺക്രീറ്റ് ഇല്ലായ്മ എപ്പോഴും ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് കോസ്റ്റ് സംശയമില്ല. കോസ്റ്റ് ഒരു ഫാക്ടർ. പിന്നെ ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങോ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു വുഡൻ ഫോൾഡബിൾ കൊളാപ്സിബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത്. സോ ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അടച്ചിട്ടാൽ പോലും ഇത് ഒരു സ്വിംഗ് ഡോറാണ് ആക്ച്വലി. ഇതായിരിക്കും കൂടുതൽ സമയം നമ്മൾ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുക. കാരണം എപ്പോഴും നമുക്ക് ഈ ഫോൾഡ് ചെയ്ത് തുറന്ന് ഇറങ്ങാൻ പറ്റണമെന്നില്ല. സോ ആവശ്യമുള്ളപ്പോൾ അപ്പോൾ ഈവൻ ഇതൊരു പെർഫറേറ്റഡ് ഷട്ടേഴ്സാണ് ഇവിടെ എൻഡി കൊടുത്തിരിക്കുന്നത്. സോ അതങ്ങ് അടച്ചിട്ടാൽ ഇത് അടയ്ക്കേണ്ട ആവശ്യമേ നമുക്ക് ഇല്ല ബേസിക്കലി സേഫ്റ്റിക്ക്. അതെ. അപ്പൊ ഇവിടെ ഷട്ടറും ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചറിൽ പോളികാർബണേറ്റ് വെച്ചിട്ട് ഇറക്കം കൊടുത്തിട്ടുണ്ട്. എക്സാക്ട്. കാരണം അപ്പോൾ ഇതൊരു അവർക്ക് ഈവനിങ് ടൈം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ അവരൊരു പ്രൈവറ്റ് ഏരിയ ആയിട്ടാണ്. അപ്പോൾ അതിലടുത്ത് ലാൻഡ്സ്കേപ്പിംഗ് കൊണ്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് കുറച്ച് സമയം എടുക്കും എല്ലാം റെഡി ആയിട്ട് വരാം. പിന്നെ സിറ്റിംഗ് സ്പേസ് ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ വീടുകളിൽ ഇപ്പം ഞാൻ വെളിയിൽ വെച്ച് നമ്മൾ തുടങ്ങിയപ്പോൾ ചോദിച്ചിരുന്നു, വീടിന്റെ റൂഫ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിലാണോ കോൺക്രീറ്റിലാണോ കോസ്റ്റ് കുറവാണ്. അപ്പോൾ റോൺസൺ പറഞ്ഞതിന്റെ പർപ്പസ് ഇപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. അതായത് ഈ വീടിന് സ്ട്രക്ചറിൽ കൊടുക്കുന്നതാണ് ഭംഗി. സംശയമില്ല. ഈ സ്ട്രക്ചറിൽ കൊടുത്തപ്പോൾ ഇതിന് എന്ത് പറ്റി? ഡബിൾ ഹൈറ്റ് സ്പേസ് കൂടി. അതായത് പല വോളിയൂംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പല വോളിയൂംസ് ക്രിയേറ്റ് ചെയ്യാൻ, പല ഹൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. പല ഹൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള എയർ സർക്കുലേഷൻ കൂടും. അതുപോലെ തന്നെ ലൈറ്റിന്റെ ട്രാൻസ്പെറൻസി കൂടും. ലൈറ്റിന്റെ ആ ഒരു എന്താ പറയണ്ട, വീടിനാ മൊത്തം വെളിച്ചത്തിലിരിക്കും. രാവിലെ തൊട്ട് വൈകിട്ട് വരെയും ഇപ്പൊ ക്ലയൻസ് ആയാലും അവർ പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമേ ഇല്ല. അതുപോലെ ഈവൻ ഫാൻ ആണെങ്കിൽ പോലും, കാരണം എല്ലാ സൈഡും നമ്മൾ അതുപോലെ ഓപ്പണിങ്സ് ഒക്കെ പ്ലാൻ ചെയ്തേക്കുന്നുണ്ട്. അകത്ത് നമുക്ക് ഒരു എപ്പോഴും ഒരു കംഫർട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു തോട്ട് പ്രോസസ്സ് വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം. പ്ലസ് ഈ ടോപ്പിൽ നമ്മളൊരു സ്റ്റഡി സ്പേസ് ആണ്. അത് അവരുടെ ഒരു വർക്കിംഗ്, കാരണം 3 പേരും ഇവരുള്ള ഫാമിലിയിലുള്ള ഫാദർ ആയാലും ക്ലയൻസ് 2 പേരായാലും വർക്കിംഗ് ആണ്. അവർക്കൊക്കെ ഉള്ള ഒരു വർക്ക് സ്പേസ് ആണ് മുകളിൽ. അപ്പോൾ അവിടെ ഇരുന്നാണെങ്കിൽ പോലും ഡൈനിങ്ങും ലിവിങ്ങും ആ എൻട്രൻസ് ഡോറുമായിട്ട് ഒരു കണക്ടിവിറ്റി നമ്മൾ ഈ ഒരു വോളിയം ഡിഫറൻസ് കാരണം അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മുടെ പറയാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കിച്ചൺ. മനോഹരമായ കിച്ചൺ എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ. ഇതെന്താണ് ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ്? അത് നമുക്ക് ഇവർക്ക് മെയിൻലി കുട്ടികൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് ആയിട്ട് എപ്പോഴും, കാരണം ഇവർ വർക്കിംഗ് ഒക്കെ ആകുമ്പോൾ വരുന്നത് കുറച്ച് സമയമൊക്കെ ആയിരിക്കും ഇവിടെ സ്പെൻഡ് ചെയ്യുക. അപ്പം കുട്ടികൾ ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള പല പർപ്പസ്. അപ്പോൾ അതുകൊണ്ടാണ് യൂഷ്വൽ കൊടുക്കുന്നതിനെക്കാട്ടും താത്താണ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത്. കാരണം പലപ്പോഴും ചില ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ ചിലർക്ക് കയറാനൊരു, അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രായമായ ഫാദറും മദറും അതുപോലെ അവരാണ് കൂടുതൽ യൂസ് ചെയ്യുക ശരിക്കും. അതുകൊണ്ടാണ് അത് ഒരു ലെവൽ താത്ത് കൊടുത്തത്. ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ എൻ്റെ വീഡിയോയിലാകുന്നത് കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനകത്ത് റോൺസന്റെ പഴയ വീട്ടിലും നോർമൽ ഓപ്പൺ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 100% കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാം. പേരൻസിന് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരെ ശ്രദ്ധിക്കാനും കഴിയും ഈസി ആയിട്ട്. അപ്പൊ അത് വളരെ പോസിറ്റീവായ ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ കിച്ചണും ഈ ഡൈനിങ്ങും മാസ്റ്റർ ബെഡ്റൂമും കൂടി കണക്ട് ചെയ്യുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ് ഇത് ആക്ച്വലി. സോ ഇവിടുന്ന് എല്ലാം 3 കണക്ട് ചെയ്തൊരു വിൻഡോ സ്പേസ്, നമ്മൾ ഫുൾ ഫ്രഞ്ച് വിൻഡോസ് അവിടെ എവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൈനിങ്ങിൽ ഡേ ബെഡും കാണാം. അപ്പം അങ്ങനെ ഒരു കണക്ട്, അപ്പം ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്യുകയാണെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിൽ യൂസ് ചെയ്യുന്ന ആളായിരിക്കും കൂടുതലും കിച്ചൺ പൊതുവെ യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനാണ് ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനി കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിന്റെ മുകളിൽ ഗ്രാനൈറ്റ് സ്ലാബ്സ് ഇട്ടിരിക്കുന്നു, താഴെ മൈക്ക ലാമിനേഷൻസ് ഇട്ടിരിക്കുന്നു. ഇവിടെ ആ മൊറോക്കൻ പാറ്റേൺ, നമ്മൾ അവിടെ കൊടുത്ത ആ മൊറോക്കൻ പാറ്റേണിന്റെ വേറൊരു മൊറോക്കൻ പാറ്റേൺ ഇവിടെ കൊടുത്തു. അതെ. സാധാരണ റോൺസന്റെ പ്രൊജക്ടുകളിൽ ഒന്നും തന്നെ മൊറോക്കൻ സീരീസിന്റെ ആ ഒരു അഭിനിവേശം കാണാറില്ല. പക്ഷെ ഈ വീട്ടിൽ മൊറോക്കൻ സീരീസ് ആണ് നിറച്ച്. അത് മൊറോക്കൻ സീരീസും വുഡൻ പ്ലാങ്കും മിക്സ് ചെയ്ത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ കിച്ചൺ മാത്രമേ ഉള്ളൂ വുഡൻ പ്ലാങ്ക് അല്ലേ? കിച്ചണും ലിവിംഗ് റൂമും വുഡൻ പ്ലാങ്ക്. ഇത് വേറെ പാറ്റേൺ ആണ്. വേറെ പാറ്റേൺ ആണ്. അത് വളരെ ഭംഗിയായിട്ട് ഇവിടെ ഡ്രസ് ചെയ്ത് റൂഫ് ടൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ കിച്ചണും ആ സ്പേഷ്യസ്, കാരണം കിച്ചണിന്റെ സൈസ് സ്റ്റാൻഡേർഡ് സൈസേ ഉള്ളൂ, പക്ഷെ ആ സ്പേഷ്യസ് ഫീൽ തോന്നാൻ കാരണം അതിന്റെ ഹൈറ്റിലുള്ള ഒരു വേരിയേഷൻ ആണ് ശരി. പിന്നെ ഇത് ഇവിടെ ഈ പറയുന്ന സ്ട്രക്ചറില് സീലിങ്ങും അതുപോലെ മുകളിൽ സെറാമിക് കോഡും. സാധാരണ സെറാമിക് കോഡ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുന്നത്
വീടിന് ചൂട് കൂട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അതെ, ഇപ്പം ഏതൊരു മെറ്റീരിയൽ നമ്മൾ മാർക്കറ്റിൽ എടുത്താലും അതിന് പ്രോസും കോൺസും ഉണ്ട്. ഇപ്പോൾ സെറാമിക്കും കുറച്ച് ക്ലേനെക്കാട്ടും കുറച്ച് ചൂട് കൂടുതലാണ്, പക്ഷേ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഈസിലി ബ്രേക്ക് ആവത്തില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുവേണ്ടിയാണ് ഹീറ്റ് കട്ട് ചെയ്യാനാണ് നമ്മൾ ഒരു 4 to 8 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫോയിൽസും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്റീരിയറിൽ നമുക്ക് ആ ഒരു ഹീറ്റ് അറിയാത്തത്. പക്ഷേ ആ ഹീറ്റ് അറിയാതിരിക്കുന്ന ഒരു കാര്യം കൊണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഈ പറയുന്ന ഡിഫറെന്റ് ഹൈറ്റ് സ്പേസ് വോളിയം, ആ വോളിയം സ്പേസ് ബിൽഡപ്പ് ചെയ്തതോടുകൂടി എയർ സർക്കുലേഷൻ കൂടി ആ അഡീഷണൽ പാറ്റിയോ വന്നു, പിന്നെ ഒരു കോർട്ട്യാർഡ് സെൻട്രൽ ഹൈറ്റ് എല്ലാം വന്നപ്പോഴത്തേക്ക് പുറത്തെന്താണോ അതേ ഫീലിംഗ് അകത്തായി. പ്ലസ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ജാളി ബോളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇവിടെ നിന്നുള്ള ആ ഒരു ഇൻലെറ്റ് വരുന്ന വിൻഡ് കംപ്ലീറ്റ് അകത്തെ ഒരു ചൂട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഡബിൾ ഹൈറ്റ് വഴിയും ഈ ജാളി ബോൾ വഴിയും കൂടെ നമുക്ക് എക്സിറ്റ് ആണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ടാണ് അകത്ത് നമുക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യാൻ പറ്റാത്തത്, ഈ ഒരു ചൂട് അറിയാൻ പറ്റാത്തത്. അതൊരു നല്ലൊരു തിയറിയാണ്. കാര്യം വീടുകളിൽ ഉപയോഗിക്കുന്ന സ്പേസ്, അതായത് ഹൈറ്റുകളുടെ സ്പേസ് ഡിഫറൻസ്, അതുപോലെ കൊടുക്കുന്ന പിന്നെ ഓപ്പണിങ്സ് എങ്ങനെ വേണം എന്നുള്ളത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടിനെയും കാറ്റിനെയും കൺട്രോൾ ചെയ്യാൻ. ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യം, ഇപ്പോൾ ജാലി കൊടുക്കുമ്പോൾ കൊതു കയറത്തില്ലേ? ഇത് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അതിനുവേണ്ടി ഒരു മൊസ്കിറ്റോ മെഷും ഫിക്സഡ് ആയിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. സോ അത് കാരണം കണ്ടിന്യൂസ് ഒരു വിൻഡ് സർക്കുലേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എവിടെ? മാസ്റ്റർ ബെഡ്റൂം ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ ഈ ഫ്ലോറിൽ തന്നെ ഈ ഒരു ലൈനപ്പ് മെയിൻലി കിച്ചണിന്റെ അടുത്ത് തന്നെ മാസ്റ്റർ ബെഡ്റൂമും പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വന്നു. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ മാസ്റ്റർ ബെഡ്റൂമിന്റെ കയറുന്ന ഭാഗത്താണ് ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതെ, ഡ്രസ്സിംഗ് സ്പേസ്, ബാത്റൂംസ് ഇതിനോട് ചേർന്ന് കൊടുത്തിട്ട് ഇതിനോടൊരു കർട്ടൻ കൊടുത്തിട്ട് അതിനെ ഒരു കുറച്ചുകൂടി പ്രൈവസി ക്ലയന്റിന് വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടക്കുമ്പോൾ സാധാരണ ഒരു വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൽ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ആസ്പെക്ട്സ് നമ്മളുടെ നോർമൽ, അപ്പോൾ ഒരു സാധാരണ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 14x13 ആണ്. 14x13, 13x12 ആ ഒരു മിനിമം സൈസിൽ നമുക്ക് കൊണ്ടുവരേണ്ട ആസ്പെക്ട്സ് എന്തൊക്കെയാണ്? അതായത് ബേസിക്കലി നമ്മൾ ഏതൊരു റൂം ആണെങ്കിലും നമുക്ക് അവിടെ ഒരു കിങ് സൈസ് അല്ലെങ്കിൽ ക്യൂൻ സൈസ് കട്ടിൽ, ഒരു വാർഡ്രോബ്, ഒരു മിനിമം ഒരു 4 ഡോർ വാർഡ്രോബെങ്കിലും നമുക്ക് മെയിൻ ബെഡ്റൂമിൽ വേണം. പ്ലസ് ഒരു വർക്കിംഗ് ടേബിൾ, പിന്നെ ഒരു ഡേ ബെഡ്. ഇതായിരിക്കും മാക്സിമം വരേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ റൂം നോക്കിയാലും ഈ പറഞ്ഞ ആസ്പെക്ട്സ് എല്ലാം കൊടുത്ത് നമ്മളിപ്പോൾ ഏത് പ്രോജക്റ്റ് ചെയ്യുവാണെങ്കിലും ഇതെല്ലാം കൺസിഡർ ചെയ്ത് ആദ്യം തന്നെ ഇതിൻ്റെ പൊസിഷൻസ് എല്ലാം ലോക്ക് ചെയ്ത് തന്നെ നമ്മൾ മുമ്പോട്ട് പോകുക. ഇവിടെ നോക്കിയാലും നേരത്തെ പറഞ്ഞ കിച്ചണും ഡൈനിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡേ ബെഡ് ഏരിയ ഇവിടെ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ കിങ്സ്, ഇപ്പോൾ ഇത് 2 സിംഗിൾ കട്ടിൽ ഒരുമിച്ചിട്ടിരിക്കുക. അത് കാരണം ഇവിടെ ഇപ്പം പ്രായമായവർ കിടക്കുന്നത് കൊണ്ട് ഇപ്പം അത് കുറച്ച് സ്പേഷ്യസ് ആക്കി ഇട്ടിരിക്കുന്നതാണ്. മക്കൾ ഇവിടെ കൂടെ കിടക്കുക, അതുകൊണ്ട് 2 സിംഗിൾ കട്ടിൽ ഒരുമിച്ചിട്ടിരിക്കുന്നതാണ്. പ്ലസ് ഇവിടെ തന്നെ തടിയിൽ ഇപ്പോൾ മാക്സിമം വാർഡ്രോബ്സ് ഈ ക്ലൈൻറ്റിൽ പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇത് മാക്സിമം വാർഡ്രോബ്സും ഡ്രോയേഴ്സും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വോൾ ഫുൾ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്തേക്കാണ്. അലോങ് വിത്ത് ദാറ്റ് ഒരു ഓപ്പൺ ബുക്ക് ഷെൽഫും ഒരു ടേബിളും അതിന് മേളിൽ ഒരു ടേബിളിൻ്റെ ഒരു സ്റ്റോറേജും ഡേ ബെഡും പ്രൊവൈഡ് ചെയ്തേക്കും. പിന്നെ ഇവിടെ ഈ വിൻഡ് സർക്കുലേഷൻ ഇതുപോലെ 2 ഓപ്പണിങ്സ് കൊടുത്തുകൊണ്ട് അതെ റൂമിലും ചൂടിൽ ഇവിടെ കണ്ടിന്യൂസ്ലി ഒരു എയർ ഫ്ലോയിൻ്റെ അകത്ത് നമുക്ക് നടക്കും. പ്ലസ് ഒരു കണക്ഷൻ നമുക്ക് കീപ്പ് ചെയ്യാം, കിച്ചണായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന വാർഡ്രോബ്സ് എല്ലാം തന്നെ തടി വെച്ചിട്ടാണ്. അതെല്ലാം മഹാഗണി അവർക്ക് തടി ഉണ്ടായിരുന്നു. തടി മാത്രം, അവർക്ക് ലേബർ കോസ്റ്റ് മാത്രമേ ഇതിനകത്ത് വന്നുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്തത്. അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത്. പ്ലസ് ഇവിടെയും നമ്മൾ എല്ലാ പ്രോജക്റ്റും ചെയ്യുന്ന പോലെ ഇപ്പം ഇട്ട തുണി ഇടാനുള്ള ഒരു ഏരിയ ഒക്കെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സ്ഥിരം സാറിൻ്റെ മാസ്റ്റർ പീസ് ആണ് ആ ഒരു സംഭവം. അപ്പം ഈ ഇട്ട വാർഡ്രോബിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെയിലോ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ സ്റ്റാൻഡ് വെച്ച് തുണി വെക്കുന്നവർക്ക് അവോയ്ഡ് ചെയ്യാം. അത് ഈ ഒരു രീതിയിൽ തന്നെ മാനേജ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ബാത്റൂം സൈഡ് എന്ന് പറയുന്നത് ബാത്റൂം ഇതിനോട് കണക്ട് ചെയ്തിട്ട് 2 പാറ്റേൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. അതെ, 2 പാറ്റേൺ കളർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്ലൂ ഷെയ്ഡും ഒരു വൈറ്റ് ഷെയ്ഡും. അതാണെങ്കിൽ ഒരു വോൾ ഹൈലൈറ്റ് ചെയ്തു, ബാക്കി 3 വോളും ഒരു കോമൺ ലൈറ്റർ ടോണിൽ കീപ്പ് ചെയ്തു. ചെറിയ നിഷൻ നമ്മൾ എല്ലാ ബാത്റൂംസിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലോസറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ്സ് ജോൺസൺ ബ്രാൻഡഡ് ആണ് ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണ അതെല്ലാം ഡ്രൈ സെമി ഡ്രൈ പറ്റായിട്ടുള്ള നല്ല ഒരു സ്റ്റാൻഡേർഡ് സൈസിലാണ് നമ്മൾ കീപ്പ് ചെയ്തത്. പിന്നെ ഇവിടെ നമ്മൾ ഡ്രൈ സ്പേസിനെയും വെറ്റ് സ്പേസിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഗ്ലാസ് ടൈലിൽ നമ്മൾ ചെറിയൊരു ഡിപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് അവർക്ക് ഫ്യൂച്ചറിൽ പാർട്ടീഷൻ വേണമെങ്കിൽ ചെയ്യാൻ പാർട്ടീഷൻ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇത് വളരെ മനോഹരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇവിടെ മൊത്തത്തിൽ 3 BHK ആണ് ഈ വീട് എന്ന് പറയുന്നത്. അതെ, 3 BHK ആണ്. ഇപ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഇതിന്റെ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പർ ലിവിംഗ് എന്ന് പറയുമ്പോൾ സാധാരണ ഓൾമോസ്റ്റ് ഇപ്പോൾ ഉള്ള വീടുകളിലെല്ലാം സ്ട്രക്ചറൽ
സ്റ്റെപ്സ് ആണ് കൊടുക്കുന്നത്, ഇവിടെ നോർമൽ സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. കാരണം മുകളിൽ നമുക്ക് വേറെ ബെഡ്റൂം സ്പേസ് ആയിട്ട് വരുന്നില്ല, പക്ഷെ അവർ ഒരു സ്റ്റഡി വർക്ക് സ്പേസ് മാത്രമാണ് മുകളിൽ വരുന്നത്. ഈ സ്ട്രക്ചറൽ സ്റ്റെപ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും ഇതിനെക്കാട്ടി കോസ്റ്റ് എപ്പോഴും കുറവല്ലേ? ശരിക്കും വുഡ് വരുവാണെങ്കിൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, കാരണം അതിൻ്റെ സ്റ്റെപ്പ് കാരണം. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രീമിയംനെസ് ഉണ്ട്. പക്ഷേ ഇവിടെ സ്റ്റെയർ ഒരു മെയിൻ ഹൈലൈറ്റ് ഏരിയ ആയിട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ല, കാരണം എല്ലാം ഗ്രൗണ്ടിൽ തന്നെയാണ് നടക്കുന്നത്. ഇതൊരു അഡീഷണൽ ഫെസിലിറ്റിയാണ്. സോ ദ ഫ്യൂച്ചറിൽ അവർക്ക് എന്തെങ്കിലും എക്സ്പാൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ. ഇത് മുകളിലത്തെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് എത്തുമ്പോഴാണ് ഈ താഴത്തെ ആ മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ വിഷൻ. താങ്ക് യു. ഇവിടെ നോക്കുമ്പോൾ ആ കോർട്ട്യാർഡ്, ആ ഡൈനിങ് സ്പേസ്, അതുപോലെ തന്നെ ലിവിങ്, മെയിൻ ഡോർ എല്ലാം നമുക്ക് പാറ്റിയോ ഉൾപ്പെടെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ടൈലുകൾ വീടുകളിൽ വിരിക്കുന്നത് ചുമ്മാതെ ചെയ്യരുത്. ഒരു ആർക്കിടെക്റ്റിൻ്റെ ഡിസൈൻ അനുസരിച്ചിട്ട് അയാൾ കൊടുക്കുന്ന ഡിസൈനിനകത്ത് ടൈലിൻ്റെ ഡിസൈൻ വരേണ്ടതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. ശരിക്കും അതിനത് പറയുകയാണെങ്കിൽ ആ ഒരു മൊറോക്കനുണ്ട്, വുഡിൻ്റെ ഒരു ടച്ചുണ്ട്, ഈ പറഞ്ഞ നമ്മുടെ എക്സ്പോസ്ഡ് ബ്രിക്കിൻ്റെ ടച്ചുണ്ട്, റിവർ പബിൾസിൻ്റെ ഒരു ടച്ചുണ്ട്, അതിനകത്ത് ഇടയ്ക്ക് ആ ഒരു ബ്ലാക്ക്, ആ ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു ടച്ച് വന്നിട്ടുണ്ട്. സോ എല്ലാത്തിൻ്റെ ഒരു മിക്സായിട്ട് നമുക്കത് ആ ഒരു ശരിയാ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലാവുന്നത്. അപ്പം ഇതിന് അപ്പർ ലിവിംഗ് സ്പേസ് ആണ്, ഒരു വർക്ക് സ്റ്റേഷൻ ആണ്. അവർ ഇപ്പം യൂസ് പ്ലസ് ഇതൊരു പ്രൊജക്ടർ ഏരിയ ആയിട്ടും കൂടി നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ്. സോ ഇവിടെ അവർക്ക് കസേരയിട്ട് ഈ പറഞ്ഞ ഒരു കസേരയിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മൾ സ്ക്രീൻ ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. സോ സ്ക്രീൻ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ഇരുന്ന് മൂവി കാണാനും ഒക്കെ ഉള്ള ഏരിയ ആയിട്ടും കൂടെ മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ് ഉണ്ട്. ഇനിയിപ്പം നമ്മൾ ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ തന്നെ നമുക്ക് ഒരു ടെറസ് ഏരിയയും കൂടെ ഉണ്ട്. ആക്ച്വലി ഈ 2 ടെറസും നമ്മൾ കവർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതും ആ ഒരു യൂട്ടിലിറ്റി ആസ്പെക്റ്റിന് വേണ്ടി, പിന്നെ ഫ്യൂച്ചർ ഒരു ബെഡ്റൂം എക്സ്പാൻഷനും കൂടി ചിന്തിച്ചാണ് ഇപ്പോൾ അതും കൂടെ കവർ ചെയ്ത് നമ്മൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. മൊത്തം സ്ട്രക്ചറലാണ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ. നമ്മുടെ പാക്കിൽ കവലയിൽ പുതിയ കോട്ടയം യൂണിറ്റിൽ കോട്ടയത്തിൽ പുതിയ കട വന്നിട്ടുണ്ട് VGCP-യുടെ. അറിയാം, ഈ പ്രൊജക്റ്റിനും പലതും അവിടെ തന്നെ എടുത്തു. അവിടെ ഇലക്ട്രിക്കലിൻ്റെ ഒരു യൂണിറ്റ് കൂടിയുണ്ട്. അവിടെ ഡെക്കറേറ്റീവ് ലൈറ്റ്സും ഹാവൽസിൻ്റെ ഗാലക്സി ഒക്കെ ആയിട്ടൊരു പുതിയ യൂണിറ്റ് ഇവിടെ തൊട്ടടുത്താണ് സംഭവം. അതായത് പാക്കൽ കവല എന്ന് പറയും, കോട്ടയം ടൗണിൽ പാക്കൽ കവല. അപ്പം വളരെ എന്താ പറയണ്ടേ, ഒരു തീം 2 ജനറേഷനെ ക്ലബ് ചെയ്ത്, 2 ജനറേഷനെ 2 ആസ്പെക്ട്സിനെ മിക്സ് ചെയ്ത് അവർക്ക് 2 പേർക്കും വേണ്ട എലമെന്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് നിർമ്മിച്ച വളരെ മനോഹരമായ ഒരു ആർക്കിടെക്ചറൽ സൗധം. അതിന് വെരി മച്ച് കൺഗ്രാജുലേഷൻസ്. ഒന്നും പറയാനില്ല. വളരെ നല്ല രീതിയിൽ മിനിമൽ സ്പേസിൽ അത് വൃത്തിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ജനറേഷൻ ആൾക്കാരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാണ്. ഡെഫിനറ്റ്ലി. അപ്പോൾ 2 ജനറേഷൻ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, അച്ഛനും മകനും വൈഫും. അപ്പോൾ എന്താണ് സാറിൻ്റെ പേര്? എൻ്റെ പേര് തമ്പി പി മാണി. ഓക്കെ. ഇവിടെ കോട്ടയം തന്നെയാണ് സ്വദേശം? കോട്ടയത്ത് തന്നെയാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോലിക്കാരനായിരുന്നു. ഓക്കെ. പിരിഞ്ഞു. ഇപ്പം റിട്ടയർഡ് ലൈഫാണ് ഇദ്ദേഹം. എൻ്റെ പേര് ഡോക്ടർ ഡാനി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. എൻ്റെ പേര് ശ്രുതി. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എഞ്ചിനീയർ. അപ്പം ഡോക്ടറും എഞ്ചിനീയറും ആണ് ഈ വീടിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത്. അതിലുപരി ട്രഡീഷണലും കണ്ടംപററിയും, അങ്ങനെ 2 പ്ലാറ്റ്ഫോമാണ്. ഈ ട്രഡീഷണലും കണ്ടംപററിയും നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു ഒരു മെർജ് ആകാതെ വന്ന് കുറേ നാൾ ചർച്ചകളിലൊക്കെ പോയിട്ടുണ്ടാവില്ലേ? അതെ, ഏകദേശം ഒരു 2-3 മാസം ഇതിനെപ്പറ്റി ചർച്ചകളുണ്ടായിരുന്നു. എന്നാലൊരു ബാലൻസ്ഡ് ട്രഡീഷണൽ പ്ലസ് കണ്ടംപററിയിൽ നിൽക്കണമെന്നായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. ഒന്നിനെയും ഡോമിനേറ്റ് ചെയ്യാതെ ഒരു ഫ്ലുവൻസിയിൽ പോകണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. രണ്ട് സാധനവും നമ്മുടെ റോൺസൺ കറക്റ്റ് നമുക്ക് വേണ്ട രീതിയിൽ റോൺസൺ ഞങ്ങൾക്ക് അത് ചെയ്തു തന്നു. ഇത് നമ്മുടെ ചാനൽ കണ്ടിട്ട് പത്തനംതിട്ടയിലെ റോൺസന്റെ പ്രൊജക്ട് കണ്ടിട്ടാണ് റോൺസൺ. അങ്ങനെയാണ് ഞങ്ങൾ റോൺസനെ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത്. റോൺസനെ പിന്നെ ഞങ്ങൾക്കൊരു 1.5 വർഷമായിട്ട് ഇപ്പോൾ റോൺസൺ ഞങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി പോലെയാണ്. റോൺസൺ എവിടെ ചെന്നാലും അങ്ങനെയാണ്. ഇതിന് മുന്നേ ചെയ്ത വീട്ടിലും റോൺസന് ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്. അത് വളരെ അങ്ങനെ ഒരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു യാഥാസ്ഥിതികമായ അപ്രോച്ച് അല്ല റോൺസൻ്റേത്. നമ്മളൊരാളെ പോലെ നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും റോൺസൻ്റെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മൊത്തത്തിലൊരു ഫാമിലി ആയിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തത്. അത് വളരെ ഭംഗിയായിട്ട് തീർന്നു. വളരെ സുന്ദരമായ സ്വപ്ന ഭവനം. എന്റെ ഡയലോഗിൽ പറയുകയാണെങ്കിൽ സുന്ദര സ്വപ്ന മനോഹര ഭവനം എന്നുള്ളത് തന്നെ പറയണം. കാര്യം കണ്ടംപററി ട്രഡീഷണൽ മിനിമലായിട്ട്, പക്ഷേ 2500 സ്ക്വയർ ഫീറ്റില്, അതും 70 ലക്ഷം രൂപയ്ക്ക് ഈ വീടിന്റെ മൊത്തത്തിൽ പ്രൊജക്ട് നമുക്ക് തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അതിന്റെ ആ കറക്റ്റ് ആയിട്ടുള്ള ആ ഒപ്റ്റിമൈസ് ചെയ്ത് മെറ്റീരിയൽസ് യൂസ് ചെയ്തുകൊണ്ടും ആ കൺസ്ട്രക്ഷൻ കൊണ്ടുപോയതുകൊണ്ടുമാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഈ വീടെടുക്കാൻ സാധ്യത ഒരുക്കി തന്നതിന്
സാറിനോട് ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. ഒപ്പം റോൺസൺ ഇതുപോലെ ഒരുപാട് നല്ല പ്രൊജക്ടുകൾ ചെയ്യാൻ കഴിയട്ടെ, ഒരുപാട് സക്സസിൽ പോകുന്ന ഒരു ആർക്കിടെക്ട്. അതിപ്പം ഇപ്പൊ തന്നെ ഒരുപാട് പ്രൊജക്ട്സ് ആയി, നിൽക്കാൻ സമയമില്ല, ഓട്ടോ. ഇന്നിപ്പം തിരുവനന്തപുരം ആണെങ്കിൽ നാളെ കാസർഗോഡ്, മറ്റന്നാൾ ബാംഗ്ലൂരാ, എവിടെയാന്ന് വിളിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ കിടന്ന് ചുറ്റി. അപ്പൊ അങ്ങനെ ഒരുപാട് വളർന്നു വരട്ടെ, നല്ല രീതിയിൽ വരട്ടെ. എനിക്കിവിടെ VGC ബീന എന്ന് പറഞ്ഞിട്ട് സ്ഥാപനമാണ് ഇവിടെ കോട്ടയത്ത് പാട്ടിൽ പുതിയ യൂണിറ്റ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ പുതിയ എന്തെങ്കിലും മെറ്റീരിയൽ പർച്ചേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ കട സജസ്റ്റ് ചെയ്യണം. അപ്പം വളരെ മനോഹരമായ വീടും നല്ല സുന്ദരമായ ഒരു ഫാമിലിയും അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള 2 ജനറേഷൻ ആൾക്കാരും എല്ലാമായിട്ട് വന്ന് അതിനെ വളരെ പരിപൂർണതയിൽ എത്തിച്ച് നിൽക്കുന്ന ആർക്കിടെക്റ്റും. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇടുക. വീട് ബൈ വിഷ്ണു വിജയൻ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടാറായി, 99,000 നിൽക്കുകയാണ്. ഈ വീഡിയോ കഴിയുമ്പോഴായിരിക്കും 1 ലക്ഷം ആകുക. അപ്പോൾ എനിക്കിതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഇനി അത് 1 മില്യൺ ആകാനും 2 മില്യൺ ആകാനും ഒക്കെ സഹായിക്കാൻ ദൈവം തമ്പുരാന് 100% ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം എല്ലാവരുടെയും സപ്പോർട്ടും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.